ഗ്രഹങ്ങളുടെ അനുകൂല ചലനം കാരണം ഭാഗ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന നക്ഷത്രക്കാരാണ് മൂലനക്ഷത്രക്കാർ. ധനയോഗം, സാമ്പത്തിക വളർച്ച, കടബാധ്യതകൾ തീർക്കാനുള്ള വഴികൾ, തൊഴിൽ മേഖലയിലെ സ്ഥാനക്കയറ്റം, വിദേശത്ത് തൊഴിലവസരം, വിവാഹ തടസ്സങ്ങൾ മാറും, സന്താന ഭാഗ്യത്തിന് സാധ്യത, ഇവയൊക്കെയാണ് കാണുന്നത്. പ്രധാന ജ്യോതിഷ സംഭവങ്ങൾ നോക്കുമ്പോൾ 5-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്ന ബലവാനായതുകൊണ്ട് ശുഭഫലങ്ങൾ കൂടുകയും ദോഷങ്ങൾ കുറയ്ക്കുകയും ചെയ്യും. വ്യാഴം ജൂൺ 2 വരെ 8-ാം ഭാവത്തിൽ, അതിനുശേഷം 9 വ്യാഴത്തിന്റെ അനുകൂല ചലനം ഭാഗ്യം വർദ്ധിക്കും. ഈ വർഷം ഏകദേശം ഗുണഫലങ്ങൾ 63% മുകളിലാണ് അനുഭവിക്കാൻ യോഗം കാണുന്നത്. സാമ്പത്തിക മേഖല ശക്തമായ വളർച്ചയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. നിലവിലുള്ള കടബാധ്യതകൾ തീർക്കുന്നതിന് പുതിയ വഴികൾ തെളിയും. ധനപരമായ പുതിയ അവസരങ്ങളും വന്നു ചേരും. തൊഴിൽ മേഖലയിൽ മികച്ച മുന്നേറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. സ്ഥാനക്കയറ്റം അതിനുള്ള സാധ്യത കാണുന്നുമുണ്ട്. വിദേശത്ത് പോയി ജോലി ചെയ്യാനുള്ള അവസരം തുറന്നു വരും. അത് പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതുമാണ്. പുതിയ അവസരങ്ങൾ തേടുന്നവർക്ക് അനുകൂലമായ മാറ്റങ്ങളും ഉണ്ടായി വരുന്നതാണ് ഈ സമയത്ത്. കുടുംബ പശ്ചാത്തലവും പ്രണയവും ഒക്കെ നോക്കുമ്പോൾ വിവാഹം നടക്കാൻ തടസ്സമുള്ളവർക്ക് ആ തടസ്സങ്ങൾ നീങ്ങി വിവാഹത്തിന് സാധ്യത നൽകുന്ന സമയം കൂടിയാണ്. സന്താന ഭാഗ്യം, വർഷങ്ങളായി കുട്ടികളില്ലാത്തവർക്ക്, സന്താനങ്ങളെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാകുമെന്ന് കാണുന്നുമുണ്ട്. കുടുംബത്തിൽ വളരെ സുഖവും സൗഖ്യമൊക്കെ അനുഭവപ്പെടും. കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുകയും സന്തോഷം നിലനിൽക്കുകയും ചെയ്യും. ആരോഗ്യപരമായി പൊതുവെ മെച്ചപ്പെടും എന്നാണ് കാണുന്നത്. ആരോഗ്യകാര്യങ്ങളിൽ വലിയ ദോഷങ്ങൾ കാണുന്നില്ല. ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകുന്നത് നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് പുരോഗതിയും വിജയമൊക്കെ നേടാനുള്ള അവസരങ്ങളുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിനും പുതിയ അവസരങ്ങൾ തുറന്നു ലഭിക്കുന്നതായിരിക്കും. ഭാഗ്യവർദ്ധനവിന് അല്ലെങ്കിൽ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനും ചില വഴിപാടുകൾ ചെയ്യുന്നത് ഉചിതമായിരിക്കും. ഗണപതി ഭഗവാന് വഴിപാടുകൾ നടക്കുക, മഹാവിഷ്ണുവിനെ ഭജിക്കുക, വിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. പൊതുവായ എല്ലാ ദോഷങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ഈ വഴിപാടുകൾ സഹായിക്കുന്നതായിരിക്കും. അയ്യങ്കാർക്ക് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ പുതിയ ജോലികൾക്ക് സാധ്യതയും പ്രമോഷനൊക്കെ കാണുന്നു. അതുപോലെ അപ്രതീക്ഷിത ധനലാഭത്തിന് സാധ്യത കാണുന്നു. പുതിയ ബന്ധങ്ങൾ ഉണ്ടാകാനും നിലവിലെ ബന്ധങ്ങൾ വിവാഹത്തിലേക്ക് എത്തിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് വിജയം കൈവരിക്കാനും സാധിക്കും. നിങ്ങൾക്ക് ഈ വർഷം പൊതുവെ സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒരു വർഷമായിരിക്കും. നിങ്ങളുടെ ഇഷ്ട ദേവതയായ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഐശ്വര്യം വർദ്ധിക്കും. പ്രധാനമായും 2 ഗ്രഹങ്ങളുടെ മാറ്റങ്ങളാണ് ഈ വർഷം ശ്രദ്ധിക്കേണ്ടത്: ശനിയും രാഹു കേതുക്കളും. ശനി 2026 മിക്കവാറും സമയത്ത് നിങ്ങളുടെ സഹായ സ്ഥാനത്ത് തുടരും. ഇത് തൊഴിൽ സ്ഥിരതയും കഠിനാധ്വാനത്തിലുള്ള ഫലവും നൽകും. എന്നാൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും കാലതാമസവും ഒക്കെ ഇടയുണ്ടാക്കും. രാഹു കർമ്മസ്ഥാനത്തും കേതു 10-ാം ഭാവത്തിലുമായിരിക്കും സഞ്ചരിക്കുന്നത്. ഇത് തൊഴിലിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾക്കും ചില തീരുമാനങ്ങളിൽ ആശയക്കുഴപ്പങ്ങൾക്കും സാധ്യത സൃഷ്ടിക്കും. തൊഴിൽ മേഖലയിൽ നോക്കുമ്പോൾ തീർച്ചയായും വർഷത്തിൻ്റെ ആദ്യ പകുതി, അതായത് ജനുവരി 1 മുതൽ ജൂൺ വരെ വളരെ അനുകൂലമായി കാണുന്നുണ്ട്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല അവസരങ്ങളും ലഭിക്കും. പ്രമോഷനുകൾക്കും ശമ്പള വർധനവിനും സാധ്യതയും കാണുന്നുണ്ട്. എന്നാൽ രാഹുവിൻ്റെ സ്വാധീനം കാരണം സഹപ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. സാമ്പത്തിക സ്ഥിതിയും അതുപോലെയാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ വർഷം മെച്ചപ്പെട്ട നിലയുണ്ടാകുമെന്ന് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകാനുള്ള സാധ്യതയാണ് പറയുന്നത്. എങ്കിലും വർഷാവസാനത്തോടെ ചെലവുകൾ വർദ്ധിക്കാനും സാധ്യതയുള്ളതായി പറയുന്നുമുണ്ട്. അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കണം. നിക്ഷേപങ്ങൾക്ക് ഇത് വളരെ നല്ല സമയമായിട്ട് കാണുന്നുണ്ട്. കുടുംബ പശ്ചാത്തലവും പ്രണയവും ഇതൊക്കെ നോക്കുമ്പോൾ പ്രണയബന്ധങ്ങൾക്ക് ഈ വർഷം വളരെ അനുകൂലമായാണ് കാണുന്നത്. പുതിയ ബന്ധങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷകരമായ വിവാഹ ബന്ധത്തിന് സാധ്യതയുമുണ്ട്. കുടുംബത്തിലെ മുതിർന്നവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതായും വരും. കുട്ടികളുടെ കാര്യത്തിൽ സന്തോഷമുണ്ടായിരിക്കുന്നതാണ്. ആരോഗ്യ പശ്ചാത്തലം ചെറിയ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയാണ് പറയുന്നത്. പ്രത്യേകിച്ച് ശനി കാരണം അമിതമായ ജോലിഭാരം ഒഴിവാക്കുക. ആരോഗ്യകാര്യത്തിൽ സൂക്ഷ്മതയും ചിട്ടയായ ജീവിത രീതികളും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. വിദ്യാഭ്യാസ കാര്യമായി നോക്കുമ്പോൾ തീർച്ചയായും ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് ഈ വർഷം വളരെ മികച്ചതായി കാണപ്പെടുന്നുണ്ട്. വിദേശ പഠനത്തിനോ ഇഷ്ടപ്പെട്ട കോഴ്സിനോ പ്രവേശനം നേടുന്നതിനൊക്കെ സാധ്യതയുമുണ്ട്. കഠിനാധ്വാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം നേടാൻ സാധിക്കുന്ന വർഷമാണ് ഈ 2026. നമുക്ക് ദോഷപരിഹാരം ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായും ശനിദോഷത്തിനും രാഹു കേതു ദോഷങ്ങൾക്കുമാണ് പരിഹാരം ചെയ്യേണ്ടത്. ശനിക്കുള്ള എല്ലാ ശനിയാഴ്ചകളിലും ശനീശ്വര ക്ഷേത്രങ്ങളിൽ എള്ളുതിരി കത്തിച്ച് ഉചിതമായ കർമ്മമായി മാറ്റേണ്ടതാണ്. സാധിക്കുമെങ്കിൽ പാവപ്പെട്ടവർക്ക് അന്നദാനം നടത്തുക. രാഹു കേതുക്കൾക്ക് വേണ്ടിയുള്ള പരിഹാരം എല്ലാ ദിവസവും ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത് രാഹുവിൻ്റെയും കേതുവിൻ്റെയും ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും.